വിവാദ പ്രസ്താവനകളിൽ എ കെ ബാലനെയും മന്ത്രി സജി ചെറിയാനെയും തള്ളി മുതിർന്ന CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എ കെ ബാലൻ നടത്തിയത് തെറ്റായ പ്രസ്താവനയെന്നും സജി ചെറിയാന്റെ പരാമർശം ഉൾപ്പെടെ പാർട്ടി തിരുത്തണമെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അത് ഇസ്ലാമിനും മലപ്പുറത്തിനും എതിരാണെന്ന് വരുത്തി തീർക്കുന്നത് ശരിയല്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഈ എ കെ ബാലൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രതികരണം നടത്തി. അത് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു. അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ്. ഒന്നും അതിനൊന്നും ഒരു അടിസ്ഥാനവും. അത് സജി ചെറിയാൻ്റെ പ്രസ്താവനയും പാർട്ടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട പാർട്ടിയല്ലേ. പാടില്ലാത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവും. തിരുത്തും തീർച്ചയായിട്ടും. അയാളെ പറയുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറം പറയാൻ പറ്റുന്ന. ഇക്ബാൽ അർക്കിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇക്ബാൽ, സജി ചെറിയാനെയും ഒപ്പം എ കെ ബാലനെയും ഇരുവരുടെയും പ്രസ്താവനകളെ തള്ളുന്നതായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമാക്കും? CPM മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ്റെയും സജി ചെറിയാൻ്റെയും എല്ലാം പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. സജി ചെറിയാൻ തൻ്റെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും എ കെ ബാലൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള തൻ്റെ പ്രതികരണത്തിലും പരാമർശങ്ങളും ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. CPM എന്ന് പറയുന്ന പാർട്ടി എ കെ ബാലനെ തിരുത്തി രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എ കെ ബാലനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എ കെ ബാലനെയും അതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ്റെയും പരാമർശങ്ങൾ തള്ളിക്കൊണ്ട് CPM മുതിർന്ന നേതാവായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള എ കെ ബാലന്റെ പ്രസ്താവന അത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് എന്നുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിന്റെ നിലപാടായി പറയുന്നത്. മാത്രമല്ല, വിവാദ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാനെ ഉൾപ്പെടെ CPM തിരുത്തണമെന്നുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും വിവാദങ്ങളിലും പാലോളി മുഹമ്മദ് കുട്ടി ഇന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രതികരണങ്ങളോടും CPM അനുകൂല നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. മുസ്ലിം ലീഗിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അത് ഇസ്ലാമിനെതിരെയും മലപ്പുറത്തിനെതിരെയും ആക്കുന്നത് ഒരു പ്രത്യേകതരം പരിപാടിയാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതും പാലോളി മുഹമ്മദ് കുട്ടി ഇന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ നിലപാട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയും CPM-ഉമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും വ്യക്തമാക്കിയത്. നേരത്തെ ജമാഅത്ത് ഇസ്ലാമി CPM-നെ നിരുപാധികം പിന്തുണ അറിയിച്ചിരുന്നു. ആ കാര്യങ്ങളൊന്നും CPM നേതാക്കൾ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയതല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ താനുമായി ഉൾപ്പെടെ ചർച്ച നടത്താൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ അവർ നിരുപാധികം പിന്തുണ അത് CPM-ന് നൽകിയതാണെങ്കിൽ LDF-ന് നൽകിയതാണ്. CPM ഒരിടത്ത് പോലും ജമാഅത്തിന് പിന്തുണ ആവശ്യപ്പെട്ട് പോയിട്ടില്ല എന്നുള്ളതും പാലോളി മുഹമ്മദ് കുട്ടി ഇന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. ഓക്കെ, ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.